സീറോ മലബാർ സഭയിലേത് അത്യന്തം അപകടകരമായ സാഹചര്യമെന്നും സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിലേക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ക്രൈസ്തവ ധർമ്മശാസ്ത്ര പണ്ഡിതനായ സീനിയർ വൈദികൻ. സീറോ മലബാർ സഭ ഒരു സെക്ട് സഭ ആയി തീരാൻ ഇനി എത്ര കാലം കൂടി മാത്രം ബാക്കിയെന്ന് വേദനയോടെ മാർത്തോമ വിദ്യാനികേതൻ ഡയറക്ടർ റവറന്റ് ഡോക്ടർ തോമസ് കറുകക്കളം സംശയം പ്രകടിപ്പിക്കുന്നു. ആർക്കും എന്തും പരീക്ഷിക്കാനും സ്വന്തം ധാരണയ്ക്കനുസരിച്ച് വ്യാഖ്യാനിക്കാനും സാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്ന സീറോ മലബാർ സഭയിലെ ആരാധനക്രമ തർക്കങ്ങൾ സഭയെ ഛിന്നഭിന്നമാക്കാനും ശ്ലൈഹിക പിന്തുടർച്ച ഇല്ലാതാക്കാനും ഇടയാക്കുമെന്ന് റവറന്റ് ഡോക്ടർ കറുകക്കളം താക്കീത് നൽകുന്നു. ഇതേക്കുറിച്ച് തോമസ് കറുകക്കളം അച്ഛൻ തന്റെ ആശങ്ക ഇങ്ങനെ പങ്കുവയ്ക്കുന്നു. കത്തോലിക്ക സഭയിൽ 1-ാം നൂറ്റാണ്ട് മുതൽ ഏറ്റവും പരിശുദ്ധമായി ആദരിക്കപ്പെടുകയും ആചരിക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് ഓരോ സഭയുടെയും ആരാധനാക്രമം. എന്നാൽ നിർഭാഗ്യവശാൽ സീറോ മലബാർ സഭയിൽ ഇന്ന് ഏറ്റവും അനാദരിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നായി ചില സ്ഥലങ്ങളിൽ സഭയുടെ ആരാധനാക്രമം മാറിയിരിക്കുന്നു. ഇവിടെ ഏറ്റവും ഖേദകരം ഇത്തരം പ്രവണതകൾ നിയന്ത്രിക്കേണ്ടവരും ആരാധനാക്രമത്തിന്റെ സൂക്ഷിപ്പുകാരും ആയവരുടെ അപകടകരമായ നിശബ്ദത ചിലപ്പോൾ എങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനമാണ്. അതോടൊപ്പം ഇത്തരം അവഹേളനങ്ങളും അതിക്രമവും നടത്തുന്നത് സഭാമക്കൾ എന്നവകാശപ്പെടുന്നവരുമാണെന്ന വിരോധാഭാസം കറുകക്കളമച്ചൻ ചൂണ്ടിക്കാട്ടുന്നു. ആർക്കും എന്തും പരീക്ഷിക്കാനും സ്വന്തം ധാരണയ്ക്കനുസരിച്ച് വ്യാഖ്യാനിക്കാനും സാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു സീറോ മലബാർ സഭയിലെ ആരാധനാക്രമം. ഈ പ്രവണത സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിലേക്ക് സഭയെ നയിക്കുമെന്നതിൽ സംശയമില്ല. കത്തോലിക്ക സഭയുടെ കെട്ടുറപ്പിനും നിലനിൽപ്പിനും ആദ്യ നൂറ്റാണ്ട് മുതൽ കാരണമായത് മിശിഹായിൽ നിന്ന് അപ്പസ്തോലന്മാർക്ക് മാത്രമായി ലഭിച്ച ശ്ലൈഹിക അധികാരമായിരുന്നു. ഈ ശ്ലൈഹിക അധികാരം ആധിപത്യത്തിനും അടിച്ചമർത്തലിനും വേണ്ടിയായിരുന്നില്ല. പിന്നെയോ സുവിശേഷങ്ങളും ആരാധനക്രമവും അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥവും കൂദാശകളും കൂടാതെ സഭയുടെ വിശ്വാസ പ്രമാണങ്ങളും വ്യാഖ്യാനിക്കാനും നിർവചിക്കാനും വേണ്ടിയുള്ളതായിരുന്നു. ഈ അധികാരം അപ്പസ്തോലന്മാർക്കും അവരുടെ പിൻഗാമികൾക്കും മാത്രം നൽകപ്പെട്ടതായിരുന്നു. ഈ അധികാരമാണ് ഇന്ന് വൈദികർക്കും അൽമായർക്കുമായി ചില മെത്രാൻമാർ കൈമാറി നൽകുന്നത്. ഇത് ഈ സഭയുടെ ശിഥിലീകരണത്തിലേക്കും നാശത്തിലേക്കും മാത്രമേ നയിക്കൂ എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ ബൈബിൾ മാത്രം മതി, അതായിരിക്കണം എല്ലാത്തിന്റെയും അവസാന വാക്കെന്ന് പറഞ്ഞ് ആരംഭിച്ച പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം ഇന്ന് 40,000 സഭകളായി വിഭജിച്ചിരിക്കുന്നു. ഒരു ഏകീകൃത അധികാരമില്ലാതെ ഓരോരുത്തരും താന്താങ്ങളുടെ മനോവികാരങ്ങൾക്കനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കാൻ ആരംഭിച്ചതായിരുന്നു ഇതിന് കാരണം. ഈ അവസ്ഥയിലേക്കാണ് സീറോ മലബാർ സഭയിലെ ശ്ലൈഹിക പിൻഗാമികൾ എന്ന് വിളിക്കപ്പെടുന്നവർ ഈ സഭയെ എത്തിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. സഭ വിശ്വസിച്ചേൽപ്പിച്ച സ്ഥാനത്തിന്റെ മഹത്വം 1 തിമോത്തി 5:22 അറിയാൻ പാടില്ലാത്തവർ ഇതിന്റെ ഫലമായി കർത്താവിൽ നിന്ന് കൈമാറി കിട്ടി നൂറ്റാണ്ടുകളായി വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ആഘോഷിക്കുന്ന ആരാധനാക്രമത്തിന്റെ സ്ഥാനം വ്യക്തികളുടെ മനോവികാരങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നു. അനധിവിദൂര ഭാവിയിൽ ഇന്ന് കാണുന്ന മറ്റ് സെക്ട് വിശ്വാസ സമൂഹങ്ങളെ പോലെ ഒരു സെക്ട് മാത്രമായി സീറോ മലബാർ സഭ മാറ്റപ്പെടും. വരും കാലത്തെ ചരിത്ര വിദ്യാർത്ഥികൾ സീറോ മലബാർ സഭയിലെ ഇന്നത്തെ ശ്ലൈഹിക പിന്തുടർച്ചക്കാരെ ഈ സഭയുടെ നാശത്തിലേക്ക് നയിച്ചവർ എന്ന് വിധിക്കാതിരിക്കുമോ എന്ന് തോമസ് കറുകക്കളമച്ചൻ ചോദിക്കുന്നു.